അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ദീനിനു വേണ്ടി പണിയെടുക്കുക. കെ മൗലവിയെ പോലുള്ള ആളുകൾ, ഞാൻ യഥാർത്ഥത്തിൽ ഈ സംസാരം നടത്തണമെന്ന് 2-3 ആഴ്ചയായി മുന്നേ തീരുമാനിച്ചതായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഇടയിൽ കെ മൗലവിയെക്കുറിച്ച് ചില ആളുകൾ മോശമായ ചില പരാമർശങ്ങൾ നടത്തിയത്. അദ്ദേഹം സൗദി രാജാവിന് എഴുതിയ കത്തിനെക്കുറിച്ച്, സൗദി രാജാവിന് കത്തെഴുതി മുസ്ലിങ്ങളെ മാത്രം എടുക്കണമെന്ന് പറഞ്ഞു, സലഫികൾ എടുക്കണമെന്ന് പറഞ്ഞു എന്ന പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സംസാരങ്ങളൊക്കെ ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ: ഇസ്ലാമും ദീനുമൊക്കെ പുലർത്തുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് പറയേണ്ട കാര്യം തന്നെ, അത് പറയുന്നതിൽ മോശത്തരില്ല, എന്താ പറയേണ്ട കാര്യമില്ല. അത് അള്ളാഹിൻ്റെ ദീന് പാലിക്കുന്നവർക്ക് ജോലി കൊടുക്കണം. അവർക്ക് ദീനുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണന. നമ്മൾ പറയില്ല അതെന്തൊരു മോശത്തരുള്ളത്, അതെന്തോ തീവ്രവാദമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്ത് തീവ്രവാദം അതിലുള്ളത്? ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായ ഒരാളെ സഹായിക്കണം എന്ന് നമ്മൾ ദീനിൽ അടിത്തറ. നാട്ടിലെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് തീവ്രവാദം തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നം എന്നല്ലാതെ നമ്മുടെ ദീന് പറഞ്ഞ് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇവിടെ നമ്മുടെ നാട്ടിൽ എന്തിൻ്റെ പേരിലാണ് ആളുകൾ തമ്മിൽ കക്ഷിത്വവും ഇതൊക്കെ ഉണ്ടാക്കാത്തത്? അവനവൻ്റെ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ അവനെ കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം. രാഷ്ട്രീയ പാർട്ടിയിൽ ഫുട്ബോൾ ടീം അല്ലേ, ഒരുത്തൻ 2 ഫുട്ബോൾ ടീമിനായിട്ടുള്ള ആളാണെങ്കിൽ നമ്മളെ ഫാൻസ് അസോസിയേറ്റ് അവനെ സഹായിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു നാട്ടിൽ, അതിലൊന്നും ഒരു കുഴപ്പമില്ലാത്തൊരു നാട്ടിൽ ഒരാൾ ഇസ്ലാം പാലിച്ചാൽ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ജോലി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയും. എന്ത് തെറ്റുള്ളത്? ഇതിലെന്തൊരു കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിലെ പ്രശ്നം. വലിയ ആളുകളെ കണ്ടപ്പോൾ ഒരു ചങ്ങാതി പ്രസംഗിച്ചു, കണ്ടേ തീവ്രവാദമാണ് ഈ പ്രസംഗിച്ച്. എന്ത് തീവ്രവാദമാണ് അതിലുള്ളത്? അള്ളാഹു ആലം, എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതിലെന്താണ് തീവ്രവാദമുള്ളത് എന്ന്. ദീന് പാലിക്കുന്ന നിനക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യുക? കെ എം മൗലവിൻ്റെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് ചില ആളുകളിലെ ജോലിക്ക് മുസ്ലിങ്ങൾ എടുക്കൂല. എന്താ എടുക്കാത്തത്? എടുത്ത് കഴിഞ്ഞാൽ 5 നേരം നിസ്കരിക്കാൻ പോകുമ്പോൾ അവരെ കട അടച്ചിടേണ്ടി വരും. മൗലവിയുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആളുകളോട് മൗലവി ശാസിക്കുമായിരുന്നു എന്നാണ്. ഇതാ ഇവിടെ നിസ്കാരത്തിൻ്റെ സമയത്ത് പണിയെടുക്കുന്നത് ഞാൻ കണ്ടുപോരുത്, നിസ്കരിക്കാൻ പള്ളിയിൽ പോയി കൊള്ളണം. നിസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് കൂലിയും കിട്ടും, എൻ്റെ അടുത്ത് ജോലിക്കുള്ള കൂലിയും കിട്ടും. കൂലി ഞാൻ കുറക്കൂല, ഒരു പേടിയും പേടിക്കേണ്ട എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ ജോലിക്ക് മുസ്ലിങ്ങളെ എടുക്കാൻ പേടി. എൻ്റെ പേടി 5 നേരം നിസ്കരിക്കാൻ വിടണം എന്നുള്ള പ്രശ്നം കാരണം. അങ്ങനത്തെ എത്രയോ സ്ഥലങ്ങളുണ്ട്.